ഫോറക്സ് ട്രേഡിംഗ് തുടങ്ങുന്ന ഏതൊരാൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് ഏത് ബ്രോക്കർ ചൂസ് ചെയ്യുന്നുള്ളത്. ശരിയായിട്ടുള്ള ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ വിജയത്തിനെയും പരാജയത്തിനെയും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ഒരു ബ്രോക്കർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് റെഗുലേറ്റഡ് ആണോ എന്നുള്ളത് നോക്കുക. പലതരത്തിലുള്ള റെഗുലേഷൻസ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ റെഗുലേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ. ഇപ്പോൾ ഈ ഒരു ബ്രോക്കർ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ FCA പോലെ അല്ലാന്നുണ്ടെങ്കിൽ ISE പോലെ അല്ലാന്നുണ്ടെങ്കിൽ CYCEC പോലെയൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് നോക്കുക. ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബെറ്റർ. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പ്രെഡും കമ്മീഷനും എന്നുള്ളത്. ഉയർന്ന തരത്തിലുള്ള സ്പ്രെഡും കമ്മീഷനൊക്കെ നമ്മളെ ഗെയിൻസിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതായത് കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഫിറ്റിൽ നിന്നായിക്കാരം അത് കൊടുക്കേണ്ടി വരിക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ബ്രോക്കർ ചൂസ് ചെയ്യുമ്പോൾ. ഏറ്റവും ടൈറ്റ് സ്പ്രെഡുള്ള ബ്രോക്കറെ ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഏറ്റവും ലോ കമ്മീഷനുള്ള ബ്രോക്കറെ ചൂസ് ചെയ്യുക. ഇതിപ്പോൾ ചിലർ ടൈറ്റ് സ്പ്രെഡ് ആയിക്കാരം നോക്കുക, ചിലർ കമ്മീഷൻ ആയിക്കാരം നോക്കുക. ഏതെങ്കിലും ഒന്നാണ് വരിക. രണ്ടും വരുന്ന ബ്രോക്കേഴ്സൊക്കെ ഉണ്ട്. അങ്ങനത്തെ ബ്രോക്കേഴ്സിനൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. അതായത് ഈ ഒരു പലതരത്തിലുള്ള ഗൂഗിളിൽ കമ്പാരിസണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെറ്റർ, നിങ്ങളെ സ്ട്രാറ്റജി കാര്യങ്ങൾ ബേസ്ഡ് ആയിട്ട് ഏറ്റവും കമ്മീഷൻ കുറഞ്ഞ അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രെഡ് കുറഞ്ഞത് ചൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ട്രേഡിംഗ് കണ്ടീഷൻസ്. ഇപ്പോൾ സ്ലിപ്പേജ് അല്ലെങ്കിൽ ഒരു എൻട്രി നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴുള്ള എക്സിക്യൂഷൻ സ്പീഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ചില ബ്രോക്കേഴ്സൊന്നും ന്യൂസ് ട്രേഡിങ് അലൗഡ് ആക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കുക. അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചിലതിലൊക്കെ സ്ലിപ്പേജ് വരലുണ്ട്. നമ്മൾ ഇടുന്ന ബൈ ആ ഒരു സ്ഥാനത്തല്ലേ കാര്യം വരിക, കുറച്ച് അപ്പുറത്തപ്പുറമൊക്കെ മാറിയിട്ടേ കാര്യം വരിക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിഡ്രോൾ ഡെപ്പോസിറ്റ് അതിൻ്റെ സ്പീഡ് എന്നുള്ളത്. എത്രത്തോളം വേഗത്തിൽ നമ്മൾ പൈസ ഇടുമ്പോഴും അതുപോലെ തന്നെ അത് വിഡ്രോ ചെയ്യുമ്പോഴും കിട്ടുന്നുള്ളത് നമ്മൾ നല്ല നോക്കുക. അത് പലതരത്തിലുള്ള ബ്രോക്കേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തരുന്ന ബ്രോക്കർ ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് ചൂസ് ചെയ്യാം. ഡെപ്പോസിറ്റ് അധികം ബ്രോക്കേഴ്സും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് കയറും. പക്ഷേ വിഡ്രോയിൽ പല ബ്രോക്കേഴ്സും സ്ലോ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പല ബ്രോക്കേഴ്സും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വിഡ്രോയിലേക്കാരം കുറച്ച് ഡിലേ ആവുക. അപ്പോൾ അത് ഈ ഒരു 2 കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നെ പലതരത്തിലുള്ള ടൂൾസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. പല ബ്രോക്കേഴ്സും പലതരത്തിലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചിലതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ MetaTrader 5 ഉണ്ടാവുള്ളൂ. ചിലർക്ക് CTrader ഇഷ്ടം. പലതരത്തിലുണ്ട്. ചിലർ MT5 നൽകുന്നുണ്ടാവില്ല. ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പറയുന്നത് MT5 തന്നെയാണ്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ബേസിൽ ഞാൻ അത്രയും ചെയ്തൊരു എക്സ്പീരിയൻസ് ബേസിൽ MT5 ആണ് എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യണത് ബെറ്റർ. CTrader അതിൻ്റെ താഴെ തന്നെ വരുള്ളൂ. കൂടുതൽ ഞാനൊരിക്കലും അത് പ്രിഫർ ചെയ്യില്ല. ഞാൻ അറിയുന്ന പല ആളുകൾക്കും ഈ ഒരു സെയിം എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടുള്ളത്. MetaTrader 5 അല്ലെങ്കിൽ 4. ഇപ്പോൾ 4 അധികം യൂസ് ചെയ്യില്ല, 5 തന്നെ കാരണം അധികം ആളുകളും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും ലേറ്റസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നതും MetaTrader 5 തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്നുള്ളത്. പല ബ്രോക്കേഴ്സും നമ്മളൊന്ന് അവരായിട്ടൊന്ന് ചാറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ വളരെ ഡിലേ ആവണ തരത്തിലുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ബ്രോക്കേഴ്സിനെ ആദ്യം അത് മാറ്റി നിർത്തുക. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ തരാത്ത ആ ഒരു ബ്രോക്കറെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുകയാണ് നല്ലത്. കാരണം അത് പിന്നീട് നമുക്ക് തന്നെ അത് തലവേദന ആവും. അപ്പോൾ പ്രോപ്പറായിട്ട് റിപ്ലൈ കിട്ടുന്ന പല ബ്രോക്കേഴ്സ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ ചാറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ പല ബ്രോക്കേഴ്സും ബോട്ടിനൊക്കെ ഇട്ടിട്ട് നമ്മളെ ടൈം അങ്ങനെ ഡിലേ ആക്കുന്ന പല ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സൂക്ഷിക്കുക. പെട്ടെന്ന് തന്നെ ഏജൻറ്റിനെ കണക്റ്റ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു 24/7 നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബുക്ക് എന്നുള്ളത്. ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയുണ്ടാവും. ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് കറക്റ്റായിട്ട് നമ്മളെ ഓർഡേഴ്സിനെ പ്ലേസ് ചെയ്യും.
ബി ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രോക്കേഴ്സ് മാർക്കറ്റിലേക്ക് നമ്മളെ എൻട്രിനെ പ്ലേസ് ചെയ്യില്ല. എഗെയിൻസ്റ്റ് അവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് ആണ് അവർ ട്രേഡ് ഇടുക. അതായത് നമ്മളൊരു ഓപ്പോസിറ്റിനുള്ള രീതിയിൽ അവർ കളിക്കും. ഇത്തരത്തിലുള്ള ബ്രോക്കേഴ്സ് എന്താ പറയുക, പേ ഔട്ട് റിജക്ഷനൊക്കെ ചെയ്യാൻ നല്ല രീതിയിൽ നമ്മളെ എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ പേ ഔട്ട് റിജക്ഷനൊക്കെ ചെയ്യാനുള്ള ചാൻസസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബ്രോക്കേഴ്സിനെ നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യുക. അതൊക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് പൈലറ്റ് പോലത്തെ ഉള്ള ജെന്യൂനായിട്ട് എന്താ പറയുക വേരിഫൈഡ് ആയിട്ടുള്ള റിവ്യൂസ് വരുന്ന ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് അത് കറക്റ്റായിട്ട് ഇരുന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഏറെക്കുറെ ആകത്തുക. അതിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു എ ബുക്കാണോ ബി ബുക്കാണോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളത് എ ബുക്കാണോ ബി ബുക്കാണോ എന്നുള്ളൊരു കൺഫർമേഷനിലേക്ക് എത്തൽ. പിന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ലിവറേജും മാർജിൻ കോളൊക്കെ എന്നുള്ളത്. അതായത് ഈ ഒരു ലിവറേജ് നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മാർജിൻ കോൾ എത്ര പെർസെൻറ്റേജൊക്കെ നമ്മളെ എമൗണ്ട് എത്തുമ്പോഴാണ് അത് കോൾ ഔട്ട് ചെയ്യുക, അതായത് ആ ഫുള്ള് ട്രേഡ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം. അത് മാർജിൻ കോൾ നല്ല ഹയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു അക്കൗണ്ട് വാഷ് ഔട്ടായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് ആ ട്രേഡ് ക്ലോസ് ചെയ്യും. അപ്പോൾ ലിവറേജ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ലിവറേജ് എന്താണെന്നുള്ളത്. ഈ ഒരു സംഭവം നല്ല ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല ഉപകാരത്തിനേക്കാൾ നല്ലൊരു ഉപദ്രവമുള്ളൊരു സംഭവമാണ് ലിവറേജ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലിവറേജ്, മാർജിൻ കോൾ എന്നീ കാര്യങ്ങളും നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു ബ്രോക്കറിൻ്റെ റെപ്യൂട്ടേഷനും ട്രാൻസ്പെറൻസിയൊക്കെ എന്നുള്ളത്. ഇതൊക്കെ തന്നെ നമുക്ക് റിവ്യൂവിൽ നിന്നൊക്കെ ഉണ്ട് ഇത് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ യൂസ് ചെയ്ത് ഏതെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്ര ഡോളർ നമ്മൾ ഡെപ്പോസിറ്റ്, അക്കൗണ്ട് ടൈപ്സും അതിൻ്റെ മിനിമം ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ. ചില ബ്രോക്കേഴ്സ് 500 മിനിമം ആണെന്ന് പറയും, ചിലത് 1000 ആണെന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ അത് എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അത് ഫുള്ളായിട്ട് വായിക്കുക. ഒരു ബ്രോക്കർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ബ്രോക്കേഴ്സ് എടുത്തിട്ട് ഇതൊക്കെ പാടെ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രോക്കർ കിട്ടും. ഇപ്പോൾ ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻലി പലരും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് കോപ്പി ട്രേഡിങ്, അതുപോലെ തന്നെ VPS ഹോസ്റ്റിംഗ്, അതുപോലെ എഡ്യൂക്കേഷൻ കണ്ടൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പലതരം ബ്രോക്കേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്യൂക്കേഷൻ പരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒന്നും പാടിയും എളുപ്പമാവും കാര്യങ്ങൾ. ശരിയായിട്ടുള്ളൊരു ബ്രോക്കറെ ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ട്രേഡിംഗ് സുരക്ഷിതത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ വിജയത്തിനൊക്കെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ തന്നെയാണ് ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ ഫിനാൻഷ്യൽ കണ്ടൻറ്റുകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.